ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് വായനാ ദിനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. വായനാ ദിനം ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ആഘോഷിക്കുന്നത്? PN പണിക്കർ. ഇനി രണ്ടാമത്തെ ചോദ്യം, കേരളത്തിൽ വായനാ ദിനം ഏത് തീയതിയിലാണ്? ജൂൺ 19. PN പണിക്കർ എന്താണ്, അതായത് ഏത് പ്രസ്ഥാനത്തിൻ്റെ ആളാണെന്നാണ് ഉദ്ദേശിച്ചത്? ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവാണ് PN പണിക്കർ എന്ന് പറയുന്നത്. ഇനി വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക. ആരുടെ വാക്കുകൾ? PN പണിക്കർ. PN പണിക്കരുടെ വാക്കുകളാണിവ. ഇനി അടുത്ത ചോദ്യം, വായനാ വാരം ഏത് ദിവസങ്ങളിലാണ്? ജൂൺ 19 മുതൽ ജൂൺ 25 വരെയാണ് നമ്മൾ വായനാ വാരമായി ആചരിക്കുന്നത്. ഇനി PN പണിക്കരുടെ ജന്മസ്ഥലം ഏതാണ്? നീലംപേരൂർ. ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂരിലാണ് ജന്മസ്ഥലം. ഏഴാമത്തെ ചോദ്യം, ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ച വർഷം, അതായത് അന്ന് മുതൽക്കാണ് നമ്മൾ ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചത്. 2017. PN പണിക്കർ അന്തരിച്ച വർഷം ഏത്? 1995 PN പണിക്കർ അന്തരിച്ചത്. വായന നൽകുന്ന പ്രധാന ഗുണം എന്താണ്? അറിവും ചിന്താശേഷിയും വർദ്ധിപ്പിക്കുന്നു. കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? PN പണിക്കറാണ് കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനം സ്ഥാപിതമായ വർഷം 1945. 2026 എത്രാമത് വായനാ ദിനമാണ് ആചരിക്കുന്നത്? 30ാമത് വായനാ ദിനമാണ് ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവൽ ആരെഴുതിയതാണ്? SK പൊറ്റക്കാട് എഴുതിയ നോവലാണ് ഒരു ദേശത്തിൻ്റെ കഥ. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. PN പണിക്കരുടെ മുഴുവൻ പേര്? പുതുവായിൽ നാരായണ പണിക്കർ. ഇനി അടുത്ത അവസാനത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് എന്ന് മുതൽക്കാണ്? 1996 മുതൽക്കാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.